നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ റബ്ബാണ്. സൃഷ്ടാവായ നമ്മുടെ റബ്ബ്. ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ഒരിക്കലും നമ്മുടെ റബ്ബ് നമ്മളെ കൈവിടില്ല. നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും എത്ര കുറ്റങ്ങൾ ചെയ്തവരാണെങ്കിലും നമ്മുടെ റബ്ബ് ഒരിക്കലും നമ്മെ വെറുതെയാക്കില്ല. നമ്മുടെ ദോഷങ്ങളൊക്കെ റബ്ബ് പുറത്തു നൽകും. റബ്ബ് നമ്മളൊന്ന് പാപമോചനം തേടുന്നതിന് വേണ്ടി, ഒന്ന് പൊറുക്കലിനെ തേടുന്നതിന് വേണ്ടി, തൗബ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ റബ്ബ് കാത്തിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് വിളിച്ചു പറയുന്നില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ നബിയെ തങ്ങൾ പറയണേ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ശരീരങ്ങളോട് അതിക്രമങ്ങൾ കാണിച്ച, തെറ്റുകൾ ചെയ്ത, കുറ്റങ്ങൾ ചെയ്ത എൻ്റെ അടിമകളെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു വിളിയിലുള്ള സ്നേഹം ഒന്ന് നോക്ക്. ഇത്രമാത്രം വാത്സല്യത്തോടു കൂടെയാണ് റബ്ബ് തെറ്റുകൾ ചെയ്ത അടിമകളെ അള്ളാഹ് വിളിക്കുന്നത്. യാ ഇബാദിയ, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ശരീരങ്ങളോട് അക്രമങ്ങൾ ചെയ്ത, തെറ്റുകൾ ചെയ്ത എൻ്റെ അടിമകളെ. എന്നിട്ട് റബ്ബ് പറയുന്നത് ആലോചിച്ച് നോക്കി, ഒന്ന് കേട്ടു നോക്കിയേ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്രമാത്രം മനോഹരമായി, എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് റബ്ബ് പറയുന്നത്. ലാ തഖ്നതൂ, നിങ്ങൾ നിരാശരാവരുതേ. മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവണ്ട. നിങ്ങൾ തെറ്റുകൾ ചെയ്തു, കുറ്റങ്ങൾ ചെയ്തു എന്ന് കരുതി റബ്ബ് ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു തരില്ല എന്ന് നിങ്ങൾ കരുതണ്ട. റബ്ബിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് നൽകില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കണ്ട. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ്, അള്ളാഹു ദോഷങ്ങളൊക്കെ പുറത്തു നൽകും. അള്ളാഹ് ദോഷങ്ങളൊക്കെ പുറത്തു നൽകും എന്ന് മാത്രമല്ല പറഞ്ഞത്, എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ജമീഅ, എല്ലാ ദോഷങ്ങളും. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹു മുഴുവൻ ദോഷങ്ങളും നിങ്ങൾക്ക് പുറത്തു നൽകും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു അവൻ ദോഷങ്ങൾ പൊറുക്കുന്നവനാണ്, അധികമായി ദോഷങ്ങൾ പൊറുക്കുന്നവനാണ്, അവൻ അധികമായി കാരുണ്യം ചെയ്യുന്നവനുമാണ് എന്ന്. അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം എത്രത്തോളം വലുതാണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും, റബ്ബിന് എത്ര എതിര് ചെയ്താലും, നമ്മുടെ റബ്ബ് നമ്മുടെ ഒരു തൗബയ്ക്ക് വേണ്ടി, ഒരു പാപമോചനത്തിന് വേണ്ടി റബ്ബ് കാത്തിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ റബ്ബിനോട് പാപമോചനം തേടാം, റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കാം. അള്ളാഹു നമുക്ക് പാപമോചനം നൽകി അവൻ്റെ റഹ്മത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.